എടാ, ഇത്തവണത്തെ ബക്രീദിന് ആയിഷേനേക്കാൾ നന്നായിട്ട് എനിക്ക് ഡ്രസ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ബക്രീദിന് ഓളം മെയിനാവല് സഹിക്കാൻ പറ്റൂലേനു. പക്ഷെ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കും? SM കയറിണ്ടെങ്കിൽ എന്തായാലും ഷോപ്പ് കയറിയൊക്കെ മടുക്കും. വഴിയുണ്ട്. കല്യാൺ സിൽക്സിന്റെ ഏറ്റവും പുതിയതും കേരളത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള ഷോറൂം എവിടെയാ? നമ്മളെ തൊണ്ടയാട്. അത് ശരിയാണല്ലോ, നമുക്ക് അവിടെ പോവാം. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഇങ്ങോട്ട് കേറിയപ്പം തന്നെ ആ ഒരു വലിയ പെരുന്നാൾ ഷോപ്പിംഗ് മൂഡ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പെരുന്നാൾക്ക് ഏത് ഡ്രസ്സ് എടുക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ലെഹങ്കന്റെ സെക്ഷനിലേക്ക് അവിടെ കയറിയപ്പോണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള പല കളേഴ്സിലെ വെറൈറ്റി പാറ്റേൺസ്. ഇതുപോലെ തന്നെയാണ് ഓരോ സാരീന്റെ സെക്ഷൻ കേട്ടോ. ഫാൻസി സാരിയിലൊക്കെ ഒരുപാട് കളർ ചോയ്സ് ഉണ്ട്. ഫാമിലി ആയിട്ടാണ് വരുന്നെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇനി ജെൻസിന്റെ സെക്ഷനിൽ എത്തി കഴിഞ്ഞാൽ ട്രഡീഷണൽ, ഫോർമൽ, കാഷ്വൽ, കുർത്തസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിന്റെ സർവീസ് എടുത്ത് പറയണം കേട്ടോ. ട്രയൽ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എല്ലാം ഒരുപോലെ ഇഷ്ടാവും. റെഡിമെയ്ഡ് തന്നെ നിങ്ങൾ കുറച്ച് വെറൈറ്റി ടൈപ്പ് ആണ് നോക്കുന്നെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കയ്യിൽ മെഹന്തി ഇടാനും പിന്നെ കൈ നിറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള വളകൾ ഇടാനും മറന്നോണ്ട. അത് ഫ്രീ ആയിട്ട് ഒരു കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാൺ സിൽക്സിൽ വന്ന എന്നെ ഒന്നും കൂടി ഹാപ്പി ആക്കുന്ന കാര്യം ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്. അവിടുത്തെ ദോശയും പിന്നെ താഴെ കഫേയിലുള്ള പാനിപൂരി ഒക്കെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ A to Z സാധനങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ പോവാം. കൂട്ടത്തിലെ വിശാലമായ ഒരു പാർക്കിങ്ങും. സോ ഇത്തവണത്തെ ബക്രീദ് ഷോപ്പിങ്ങിന് നേരെ വിട്ടോളി കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക്.